ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 6-ാം വാക്യം. അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ശതാധിപന്റെ തിരിച്ചറിവാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം. ഈ ശതാധിപനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് എൻ്റെ ഈശോ എന്നോട് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശതാധിപൻ ആർക്കു വേണ്ടിയാണ് ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്നത്? അവന് വേണ്ടിയല്ല, മറിച്ച് അവൻ്റെ ഭൃത്യനു വേണ്ടി. സ്നേഹമുള്ളവരെ, ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ മാത്രമാണ്. സ്വാർത്ഥത നിറഞ്ഞ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. എനിക്കുള്ളത് എൻ്റെ ബന്ധുക്കൾ, ഇത്രേ ഉള്ളൂ. അവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഈ ശതാധിപൻ നമുക്ക് മുൻപിൽ ഒരു വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. ആർക്ക് വേണ്ടിയാ? തൻ്റെ ഭൃത്യന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്, അപേക്ഷിക്കാനായിട്ട് അധികാരമുള്ള ഒരു വ്യക്തി ഈശോയുടെ സന്നിധിയിൽ വന്ന് താഴ്ന്നു വീണ് നിൽക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു മനോഭാവം എനിക്കുണ്ടാവണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാനെന്ന ഭാവം ഒന്ന് മാറ്റിവെക്കണം. എനിക്ക് വേണ്ടി എന്നതിനുപരിയായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വന്ന് മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ നന്മകൾ പ്രദാനം ചെയ്യുമെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്? ശതാധിപന് ഒരു തിരിച്ചറിവുണ്ടായിരുന്നു അവൻ്റെ ജീവിതത്തിലെ കുറവ്. അതുകൊണ്ടാണ് അവൻ ഈശോയോട് പറയുന്നത്, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാനായിട്ട് എനിക്ക് യോഗ്യതയില്ല, എനിക്ക് കുറവുകളുണ്ട്. നമ്മളെപ്പോഴെങ്കിലും അംഗീകരിക്കുമോ? നമ്മളൊക്കെ പെർഫെക്റ്റ് ആണ് എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ ഈ ശതാധിപൻ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ കുറവുണ്ട്, അങ്ങ് എൻ്റെ ഭവനത്തിൽ വരുവാനായിട്ട് എനിക്ക് യോഗ്യതയില്ല. സ്നേഹമുള്ളവരെ, ഈ ഒരു തിരിച്ചറിവ്, ഞാൻ എളിമയുള്ളവനാവണം. എൻ്റെ ജീവിതത്തിൽ ഞാനെന്ന ഭാവം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ കുറവുകളെ അംഗീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത്. എളിമയുള്ളവർക്ക് മാത്രമേ ജീവിതത്തിലെ കുറവുകൾ അംഗീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ ശതാധിപൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഈ ഒരു ഗുണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യുക. പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിലാണെങ്കിൽ പോലും വലിയവനാണ് എന്ന് കാണിക്കാനായിട്ട് നമ്മൾ നെട്ടോട്ട് ഓടുകയല്ലേ. എവിടെയും സ്ഥാനമാനങ്ങൾ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെയാണ് ഈ എളിമപ്പെടാനായിട്ട്, ജീവിതത്തിലെ കുറവുകളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം ലഭിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം അപേക്ഷിക്കുവാനായിട്ടും, നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.